ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ കളിയാക്കിക്കൊണ്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ജഡ്ജ് അവസാന തീർപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന സ്വത്തുക്കൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മേഘയുടെ ആ ഒരു അഹങ്കാരം നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ സിദ്ധുവിനടക്കം എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങളിനി എല്ലാവരും തല കുത്തി നിന്നാലും ആ സ്വത്തുക്കൾ നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ചന്ദ്രിക മേഘയോട് പറയാണ്, നീ കൗശലത്തിലാണ് ജയിച്ചത്, അല്ലാതെ സത്യസന്ധമായിട്ടല്ല ജയിച്ചത്. നിയമം ഒരുപക്ഷെ നിന്റെ കൂടെ ആയിരിക്കും, പക്ഷെ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഇപ്പോൾ നീ ജയിച്ചു എന്ന് കരുതി ഒരുപാട് അഹങ്കരിക്കണ്ട. ഇതിനൊക്കെ നീ മറുപടി പറയുന്നൊരു ദിവസം വരും. ചന്ദ്രികയുടെ ആ ഒരു തോറ്റുകൊണ്ടുള്ള സംസാരം കേട്ടപ്പോൾ മേഘ പരിഹസിച്ചിരിക്കുകയാണ്. ശരി, അതും നമുക്ക് കാണാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇന്ന് നീ കേട്ടോ മേഘ, ഇന്നേക്ക് 3 മാസം എൻ്റെ അമ്മയെ പറ്റിച്ചിട്ട് നീ നേടിയെടുത്ത ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെൻ്റെ അമ്മയുടെ പേരിലേക്ക് തന്നെ നീ തന്നെ എഴുതി വെക്കും. വെറുതെ നടക്കാത്തൊരു കാര്യമാണ് ചന്ദ്രിക പറയുന്നതെന്നുള്ള അർത്ഥത്തിലാണ് ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ലക്ഷ്മി തൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു അബദ്ധമായതുകൊണ്ട് പൊട്ടി കരയാണ്. അപ്പോഴും ചന്ദ്രികയെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് മേഘ പറയുന്നത്, ഇനി നിനക്ക് ബുദ്ധി വന്നില്ലേ? നിന്നെ കൊണ്ടെന്നല്ല, ഇവിടെ കൂടി നിൽക്കുന്ന ആര് വിചാരിച്ചാലും എൻ്റെ പേരിലിരിക്കുന്ന സ്വത്ത് എൻ്റെ പേരിൽ തന്നെ ഉണ്ടാവും. ആർക്കും അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? മേഘ ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കി കളിയാക്കുകയാണ്. അതിനുശേഷം മനോഹരനോട് പറയുന്നുണ്ട്, വാ അങ്കിൾ, നമുക്ക് പോവാം. എന്നിട്ട് അവളുടെ അഡ്വക്കേറ്റിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് എല്ലാവരെയും നോക്കുകയാണ്. എല്ലാവരും തകർന്നടിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. മനോഹരനും അയാളുടെ വക കളിയാക്കാൻ മറക്കുന്നില്ല. എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വന്നിട്ട് കഴിക്കണേ. മേഘ കോടതിക്കകത്ത് നിന്ന് പോയതിനു ശേഷം അവരെല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. ചന്ദ്രിക നോക്കുന്ന സമയത്ത് ലക്ഷ്മി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൾ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, നമുക്ക് നമ്മുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ലക്ഷ്മിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് പിന്നാലെയായിട്ട് സിദ്ധാർത്ഥും മഹേന്ദ്രനും ഒക്കെ തിരിച്ചു പോന്നു. സിദ്ധാർത്ഥ് വീട്ടിലെത്തുന്ന സമയത്ത് മുത്തശ്ശൻ അവരെയും കാത്തു നിൽക്കുകയാണെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വാച്ച് ഇങ്ങനെ കൂടെ നോക്കുന്നുണ്ട്, സമയമൊക്കെ എന്തെങ്കിലും കോടതി വിധി വരാനായോ എന്നൊക്കെ. ആ സമയത്താണ് സിദ്ധാർത്ഥിനെ കാണുന്നത്. സിദ്ധുവിനെ കാണുന്ന സമയത്ത് അവൻ്റെ മുഖം ആകെ മ്ലാനതയിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കോടതി വിധി എന്തായി എന്ന്. എന്താണ് വിധി വന്നത്? അപ്പോൾ സിദ്ധു ഒന്നും പറയാതെ അദ്ദേഹത്തിനെ തന്നെ നോക്കി നിരാശയോടെ നിൽക്കുകയാണ്. പറ മോനെ, എന്താ കോടതി വിധിച്ചത്? അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധാർത്ഥ് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. അവരും കാത് കൂർപ്പിച്ചിട്ട് കേൾക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വത്തുക്കളൊക്കെ മേഘ ലക്ഷ്മിയെ ചതിച്ചിട്ടാണ് വാങ്ങിച്ചതെന്ന് കോടതിയിൽ വിശദീകരിക്കാൻ പറ്റിയില്ലേ? അത് കേട്ട സമയത്ത് നിരാശയോടെ സിദ്ധാർത്ഥ് പറയാണ്, ഇല്ല മുത്തശ്ശ, കോടതിയിൽ വന്നിട്ട് സറണ്ടർ ആവാമെന്ന് പറഞ്ഞ മേഘയുടെ അഡ്വക്കേറ്റ് കോടതിയിലെത്തിയ ശേഷം കാല് മാറി. അയാൾ മേഘയ്ക്കൊപ്പമാണ് സംസാരിച്ചത്. അത് കേട്ടതും മുത്തശ്ശൻ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മുത്തശ്ശിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ സിദ്ധു പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തൊക്കെയോ സിദ്ധു നീ പറയുന്നത്? മുത്തശ്ശൻ ചോദിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് മുത്തശ്ശ. ആ വക്കീലിൻ്റെ കുടുംബത്തിനെ മേഘ ഭീഷണിപ്പെടുത്തി. അതിൽ ഭയന്ന അയാൾ കോടതിയിൽ വെച്ച് മേഘയ്ക്ക് അനുകൂലമായിട്ടാണ് മൊഴി കൊടുത്തത്. മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ സങ്കടത്തോടെ സിദ്ധുവിനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും മഹേന്ദ്രൻ ഈ കേസിൽ വിജയിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ്. ഒരു കാരണവും ഇല്ലാതെ എൻ്റെ മോനെ വീണ്ടും തോൽപ്പിച്ചില്ലേ? എന്തിനാ ഇങ്ങനെ അവന് പരീക്ഷണത്തിന് മേൽ പരീക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്? അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കേട്ട് സിദ്ധുവിനും സങ്കടമാവുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, അയ്യോ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്നെ കൈവിട്ടില്ല. മേഘ ജയിച്ചു. ഇനി അങ്ങോട്ട് ഈ സ്വത്തുക്കൾ മുഴുവൻ മേഘയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തിയിട്ട് വരണം. ആ സമയത്ത് മുത്തശ്ശൻ പൊട്ടി കരയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ട് മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സിദ്ധു, നിന്റെ മുത്തശ്ശന് BP കൂടിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് മരുന്നെടുത്ത് കൊടുത്തിട്ട് മുകളിൽ പോയി കിടക്കാൻ പറ. പരിഹാസത്തോടെ അതും പറഞ്ഞ് അവർ പോവുകയാണ്. മുത്തശ്ശൻ സങ്കടത്തോടെ സിദ്ധുവിനെ നോക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് മുത്തശ്ശനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് കവറെടുക്കാൻ വന്നതാണ് സുന്ദരി. ആ സമയത്താണ് അയൺ ബോക്സ് ജാനകിയുടെ മുറിയിലിരിക്കുന്നത് സുന്ദരി കാണുന്നത്.
അപ്പോഴാണ് സുന്ദരിക്ക് ഓർമ്മ വരുന്നത്. ഒരു തവണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജാനകിയെ വിളിക്കാൻ വന്നപ്പോൾ ജാനകി അയൺ ചെയ്യായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്ക്, ഞാൻ അയൺ ചെയ്തിട്ട് വന്നിട്ട് കഴിച്ചോളാന്ന്. അപ്പോൾ ഇവിടെ അയൺ ചെയ്യുന്ന ജോലി ജാനകിയാണ് ചെയ്യുന്നത് എന്നൊന്ന് സുന്ദരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുന്ദരി വിചാരിക്കുന്നുണ്ട്, ഈ അയൺ ബോക്സിൽ ഷോക്ക് അടിക്കുന്ന മാതിരി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ജാനകി മരണപ്പെട്ടാൽ തന്നെ എൻ്റെ മേൽ ആർക്കും സംശയം വരില്ല. ഈ അയൺ ബോക്സ് വെച്ചിട്ടാണ് ജാനകി അയൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തന്നെ വെച്ച് അവളുടെ കഥ കഴിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനെടുത്ത ആ കവറിനകത്ത് തന്നെ അയൺ ബോക്സ് എടുത്തിട്ട് സുന്ദരി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുന്ദരി തിരിച്ച് അയൺ ബോക്സ് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. അതിനുശേഷം അതിനിടയിൽ അവരെന്താണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ്. ആ അയൺ ബോക്സ് ഒരു കടയിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം അതിൻ്റെ വയറിന് ലൂസ് കണക്ഷൻ ആക്കുകയാണ്. അതായത് അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ കറണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഷോക്ക് അടിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൊണ്ടാണ് തിരിച്ച് വന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഷോക്ക് അടിക്കാൻ പാകത്തിൽ വയറ് ലൂസ് കണക്ഷൻ ആക്കിയിട്ട് ആ അയൺ ബോക്സ് കൊണ്ടുവന്ന് ജാനകിയുടെ മുറിയിൽ വെച്ചതിന് ശേഷം തിരിച്ചു വന്ന് ജാനകിയോട് പറയാണ്, മാഡം, ടെറസിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന തുണിയൊക്കെ എടുത്ത് മടക്കി നിങ്ങളുടെ മുറിയിലെ മേശമേൽ വെച്ചിട്ടുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളത് അയൺ ചെയ്ത് വെച്ചേക്ക്. ശരി സുന്ദരി, ജാനകിയും പറയുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജാനകി ചോദിക്കുകയാണ്, അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അയൺ ചെയ്യാൻ അറിയാമോ? ആ ചോദ്യം കേട്ടതും സുന്ദരി ചെറുതായിട്ടൊന്ന് പതറിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അയൺ ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല. ജാനകി പറയാണ്, സുന്ദരി, അതൊക്കെ വളരെ എളുപ്പമാണ്, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അത് കേട്ട സമയത്ത് സുന്ദരി വല്ലാതെ ഒന്ന് പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചിന്തിക്കുകയാണ്, അയ്യയ്യോ, ഇതെന്താ, എന്നെയും ചേർത്ത് കൊല്ലാനുള്ള പുറപ്പാടിലാണോ ഇവർ? സുന്ദരി മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ സുന്ദരി ആലോചിക്കുന്നത്? ഞാൻ പഠിപ്പിച്ചു തരാം, നീ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ജോലി എളുപ്പമാവുമല്ലോ. പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയിൽ സുന്ദരി പറയുന്നുണ്ട്, ഇന്ന് ജോലി ഒരുപാടുണ്ട്, പാത്രം ഒന്നും കഴുകിയിട്ടില്ല, അതുമാത്രമല്ല ഇനി വേണം ഭക്ഷണം പാകം ചെയ്യാൻ. എന്നെ വേറൊരു ദിവസം പഠിപ്പിച്ചു തന്നാൽ മതി മാഡം. അപ്പോൾ ജാനകി പറയാണ്, ശരി, എങ്കിൽ ഞാൻ വേറൊരു ദിവസം നിനക്ക് പഠിപ്പിച്ചു തരാം. അപ്പോഴാണ് സുന്ദരിക്ക് സമാധാനമായത്. ശരി, ഞാൻ പോയിട്ട് അയൺ ചെയ്യാം, നീ കോഫിയായിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജാനകി മുറിയിലേക്ക് പോവുകയാണ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയൺ ബോക്സ് എടുത്ത് അവർ കറണ്ടിൽ കുത്തിയതിന് ശേഷം അയൺ ബോക്സ് തൊട്ടതും പെട്ടെന്ന് തന്നെ ഷോക്ക് അടിച്ചിട്ട് വീൽ ചെയറിൽ നിന്ന് താഴോട്ടേക്ക് പിന്നിലേക്ക് മറിഞ്ഞ് വീഴുകയാണ്. കൃത്യസമയത്ത് അമ്മയുടെ മുറിയിലേക്ക് വന്ന ആരതിയാണ് ആദ്യം തന്നെ കാണുന്നത് ജാനകി അവിടെ വീണ് കിടക്കുന്നത്. ആരതി വേഗം തന്നെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയെ കുറേ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഓടിവായോ, ഓടിവായോ, സിദ്ധു, സിദ്ധു എന്ന് പറഞ്ഞ് കുറേ ആരതി വിളിക്കുകയാണ്. അങ്ങനെ ആരതിയുടെ ശബ്ദം കേട്ട സമയത്ത് സുന്ദരിയാണ് അങ്ങോട്ടേക്ക് ആദ്യം തന്നെ വന്നത്. ആരതി അമ്മയെ എഴുന്നേക്കാൻ വേണ്ടി വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് സുന്ദരി അവിടെ നിന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇനി നിൻ്റെ അമ്മ ജീവിതത്തിൽ കണ്ണ് തുറക്കില്ല, നിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ആരതി കൂടെ സിദ്ധുവിൻ്റെ പേര് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല സംശയം തോന്നാതിരിക്കാൻ വേണ്ടി സുന്ദരിയും താഴെ വന്നിട്ട് ജാനകിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജാനകിയുടെ ബോധം തന്നെ മറിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് അവർ എഴുന്നേൽക്കുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇവരുടെ ശബ്ദവും നിലവിളിയൊക്കെ കേട്ടിട്ടാണ് മുത്തശ്ശനും അങ്ങോട്ടേക്ക് വന്നത്. ആരതി, എന്താ പറ്റിയത്? അദ്ദേഹം ചോദിച്ച സമയത്ത് ആരതി പറയുന്നുണ്ട്, മുത്തശ്ശ അമ്മയ്ക്ക് ഷോക്ക് അടിച്ചു മുത്തശ്ശ, ശ്വാസം പോലും ഇല്ല. സിദ്ധുവിനെ വിളിക്കും മുത്തശ്ശ. ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സിദ്ധു ഓഫീസിൽ പോയി മോളെ. എന്നിട്ട് അദ്ദേഹം അവിടെ നിലത്തിരുന്നിട്ട് ജാനകിയോട് എഴുന്നേക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ജാനകി, എഴുന്നേക്ക് മോളെ, അച്ഛനെ കണ്ണ് തുറന്ന് നോക്ക് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സുന്ദരിയോട് പറയാണ്, സുന്ദരി പോയിട്ട് വെള്ളം എടുത്തിട്ട് വന്നു. സുന്ദരി വേഗം ഓടിപ്പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ആരതി വാങ്ങിയിട്ട് അത് അമ്മയുടെ മുഖത്ത് തളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ജാനകി കണ്ണ് തുറക്കുന്നില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് മുത്തശ്ശിയും മേഘയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മേഘയും നിലത്ത് കിടക്കുന്ന ജാനകിയെ കണ്ടപ്പോൾ ആകെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആരതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായിക്ക് എന്താ പറ്റിയത്? മേഘ അമ്മയ്ക്ക് ഷോക്ക് അടിച്ചതാ മേഘ, കരഞ്ഞുകൊണ്ട് ആരതി പറയുന്നുണ്ട്. ശ്വാസം പോലും ഇല്ല മേഘ എന്നൊക്കെ പറഞ്ഞ് ആരതി കരയാണ്. അപ്പോൾ മുത്തശ്ശിയും ഇങ്ങനെ ജാനകി എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവിടുത്തെ ബഹളവും ശബ്ദമൊക്കെ കേട്ടിട്ട് മനോഹരനും അങ്ങോട്ട് വന്നിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ് എന്താ പറ്റിയതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഷോക്ക് അടിച്ചതാണ്. അപ്പോൾ മേഘ ആരതിയോട് പറയാണ്, ആരതി പോയിട്ട് ആംബുലൻസിനെ കോൾ ചെയ്. ആ സമയത്ത് മേഘയും കൂടെ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു, അമ്മായി എഴുന്നേക്ക് അമ്മായി. പക്ഷെ ആരതിയെ ആംബുലൻസിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞെങ്കിലും ആംബുലൻസ് പെട്ടെന്നൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് സുന്ദരി ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, അവരിനി കണ്ണ് തുറക്കാൻ പോകുന്നില്ല. ജാനകി ദൈവത്തിൻ്റെ അടുത്ത് എത്തി സുന്ദരി വിചാരിക്കുകയാണ്. അപ്പോഴേക്കും ആരതി വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ ആംബുലൻസ് വരാൻ 1 അവറെങ്കിലും ആവും. അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരതി നമ്മുടെ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടോ നോക്ക്, നമുക്ക് ജാനകിയെ കാറിൽ കൂട്ടിക്കൊണ്ടു പോവാം. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആരതി വേഗം താഴേക്ക് പോയിട്ട് ഡ്രൈവറിനെ വിളിക്കുകയാണ്. പക്ഷേ ഡ്രൈവറും അവിടെ പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആരതി ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഡ്രൈവറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചന്ദ്രിക ആരതിയുടെ ശബ്ദം കേൾക്കുന്നത്. എന്താ ആരതി?
അപ്പോൾ ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നിട്ട് ആരതി ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ ഡ്രൈവറിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, അയാൾ ഈ സമയം നോക്കി എങ്ങോട്ടേക്കാണ് പോയത്? ആരതി കരഞ്ഞുകൊണ്ട് പുലമ്പുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആരതി നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എന്താ പറ്റിയത്? അമ്മയ്ക്ക് ഷോക്കടിച്ച് താഴെ വീണു ചന്ദ്രിക, ഇപ്പോൾ ശ്വാസം പോലും ഇല്ല. അത് കേട്ടതും ചന്ദ്രിക ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞതും ചന്ദ്രിക അകത്തേക്ക് ഓടുകയാണ്. പിന്നാലെ തന്നെ ആരതിയും. ചന്ദ്രിക ഓടി വരുന്ന സമയത്ത് മേഘ കൈയൊക്കെ പിടിച്ച് തിരുമ്മി കൊടുക്കുന്നുണ്ടായിരുന്നു ചൂടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലൊന്നും കൊണ്ടൊന്നും ജാനകിയുടെ ബോധം വരുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രികയും ആരതി എത്തിയ സമയത്ത് കരഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവളോട് പറയാണ്, നിന്റെ അമ്മായിയെ നോക്കുമോളെ, ശ്വാസം പോലും ഇല്ലാതെ കിടക്കുകയാണെന്ന്. ചന്ദ്രിക വേഗം അവിടെ നിലത്തിരുന്നിട്ട് ഇങ്ങനെ അമ്മായി അമ്മായി എന്നൊക്കെ വിളിക്കുകയാണ്. മാത്രമല്ല കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കുലുക്കി നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴും മുത്തശ്ശൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, ശ്വാസം പോലും ഇല്ല. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ അമ്മായി അമ്മായി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താ എൻ്റെ മോക്ക് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കരയുമ്പോൾ ചന്ദ്രികയും പറയാണ്, എന്താ അമ്മായി പറ്റിയത്? കണ്ണ് തുറന്നൊന്ന് നോക്കമ്മായി. ചന്ദ്രിക വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അമ്മായി അമ്മായി എന്ന്. അതുപോലെ തന്നെ ആരതി അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ചെയ്യുന്ന ഓരോ കാര്യം കാണുന്തോറും മേഘയ്ക്ക് ഇങ്ങനെ ദേഷ്യം അരിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, അവളുടെ നാടി ഒന്ന് പിടിച്ചു നോക്കുമോളെ, പൾസ് ഉണ്ടോ നോക്കുന്നു. അപ്പോൾ ചന്ദ്രിക വേഗം തന്നെ ജാനകിയുടെ കൈയെടുത്തിട്ട് പൾസ് നോക്കുകയാണ്. അതുകൂടെ കണ്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. അവൾ ചന്ദ്രികയുടെ കൈക്കുള്ളിലുണ്ടായിരുന്ന ജാനകിയുടെ കൈ പിടിച്ചു മാറ്റുകയാണ്. പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ ചന്ദ്രിക ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആദ്യം ഇറങ്ങി പുറത്തേക്ക് പോടി. ആ സമയത്ത് മേഘ അങ്ങനെ പെരുമാറുന്നുള്ളത് മുത്തശ്ശനും ആരതിയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ ചന്ദ്രികയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയെ തൊടാനുള്ള അർഹത പോലും നിനക്കില്ല. വലിയ ഡോക്ടറാണ് അവളുടെ വിചാരം, പൾസ് നോക്കാൻ വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോടി. അതിനുശേഷം മനോഹരനോട് അവൾ പറയുന്നുണ്ട്, അങ്കിൾ കണ്ട ആളുകളൊക്കെ വന്നിട്ട് എൻ്റെ അമ്മായിയെ തൊടാൻ പാടില്ല, ഇവളോട് ഇറങ്ങിപ്പോവാൻ പറ. അത് കേട്ടതും മനോഹരനും പറയുന്നുണ്ട്, ഏയ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിൻ്റെ ആവശ്യമില്ല, ഇറങ്ങിപ്പോവാൻ നോക്ക്. എല്ലാവരും ചന്ദ്രിക ഒറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രിക അവിടെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവർ പറയുന്നൊന്നും കേൾക്കണ്ട, നീ നാടിനരമ്പ് നോക്കുമോളെ. അദ്ദേഹം പറഞ്ഞത് കേട്ടതും ചന്ദ്രിക ഒന്നുകൂടെ അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ടിട്ട് മേഘ പറയുന്നുണ്ട്, എന്താ അങ്കിൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ പിടിച്ച് പുറത്താക്കാനല്ലേ പറഞ്ഞത്? മേഘ പറഞ്ഞത് കേട്ടതും മനോഹരൻ ചന്ദ്രികയുടെ കൈ പിടിച്ചിട്ട് അവളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. ചന്ദ്രിക ആണെങ്കിൽ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം മേഘ എഴുന്നേറ്റിട്ട് ചന്ദ്രികയെ പിടിച്ച് തള്ളുന്നുണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, ഏയ് മേഘ വേണ്ടാന്ന്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവളെ ഇപ്പോൾ പുറത്താക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ മേഘ ചന്ദ്രികയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മായി എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം, ഇറങ്ങി പോകാൻ നോക്കടി. ചന്ദ്രിക ദേഷ്യത്തോടെ മേഘയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം മേഘയും ചോദിക്കുന്നുണ്ട്, എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് ചന്ദ്രിക മേഘയുടെ കരടം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി മുത്തശ്ശി. മനോഹരനും ഷോക്കായിട്ട് ചന്ദ്രികയെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങാണ്. മേഘയെ തല്ലിയോ നീ? നിന്നെ. അപ്പോഴേക്കും മനോഹരൻ്റെ കൈ പിടിച്ചിട്ട് ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിനക്കുള്ള മര്യാദ ഇത്ര മാത്രമാണ്. പിന്നീട് ചന്ദ്രിക ഒന്നും പറയാതെ മേഘ മുഖത്ത് കൈവച്ച് നിൽക്കുകയാണ്. ചന്ദ്രിക അടിച്ചത് അവൾക്ക് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ നേരെ വന്നിട്ട് ജാനകിയുടെ നെഞ്ചിൽ തലവെച്ചിട്ട് നോക്കുകയാണ്, ചെവി വെച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ അവൾക്ക് ആ ഒരു സത്യം മനസ്സിലായത്, ജാനകിയുടെ ഹാർട്ട് ബീറ്റ് നിന്നിട്ടാണുള്ളത്. ആരതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ചന്ദ്രിക അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രികയും പറയാണ്, അമ്മായിയുടെ ഹൃദയം പിടിപ്പ് നിന്നു പോയിട്ടാണ് ഉള്ളത്. ചന്ദ്രിക തല്ലിയ കവിളിൽ കയ്യും വെച്ച് നിൽക്കുകയാണ് മേഘ. പക്ഷേ ചന്ദ്രികയുടെ ആ ഒരു സംസാരം കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ആരതി അമ്മ എന്ന് വിളിച്ച് പൊട്ടി പൊട്ടി കരയാണ്. എന്നെ നോക്ക്, കണ്ണ് തുറന്ന് നോക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രിക വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പൾസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. മേഘ അടക്കം എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുന്ദരി ചിന്തിക്കുകയാണ്, അമ്പോ അങ്ങനെ വന്ന ജോലി കഴിഞ്ഞു. അമ്മ എഴുന്നേക്കമ്മ, എന്നെ കണ്ണ് തുറന്ന് നോക്കമ്മ. ആരതി കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് മുത്തശ്ശിയും കരഞ്ഞിട്ട് മുത്തശ്ശനോട് പറയാണ്, നോക്കേട്ടാ, ജാനകി നമ്മളെ വിട്ടു പോയി. അപ്പോഴേക്കും ചന്ദ്രിക പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ അമ്മായിയെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല എന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് ചന്ദ്രിക CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാനകിക്ക്. ചന്ദ്രിക കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്തിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് സുന്ദരിക്ക് ചെറുതായിട്ടൊരു ഭയം വരികയാണ്. ഇനി ജീവനെങ്ങാനോ തിരിച്ചു വന്നാലോ എന്ന് പേടിച്ചിട്ട് സുന്ദരി ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? മരിച്ചു പോയ ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ചന്ദ്രിക സർവ്വദേഷ്യത്തോടെ സുന്ദരിയുടെ കൈ തട്ടി മാറ്റുകയാണ്. ഏയ് മിണ്ടാതെ നിന്നോണം. ചന്ദ്രികയുടെ ആ ഒരു ദേഷ്യം കണ്ട സമയത്ത് സുന്ദരി തന്നെ പേടിച്ചതുകൊണ്ട് പിന്നോട്ടേക്ക് മാറുകയാണ്. അതുമാത്രമല്ല മേഘയും മുത്തശ്ശിയും ഒക്കെ ചന്ദ്രികയുടെ ആ ഒരു ഇത് കാണുന്ന സമയത്ത്, ദേഷ്യം കാണുന്ന സമയത്ത് വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കൃത്രിമശ്വാസം കൊടുക്കുകയും CPR കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ആരതിയാണെങ്കിൽ അമ്മയുടെ കൈയെടുത്തിട്ട് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ചന്ദ്രിക അങ്ങനെ ചെയ്തപ്പോഴേക്കും ജാനകിയുടെ ശ്വാസം തിരിച്ചു വന്നിട്ട് ചുമച്ചുകൊണ്ടാണ് അവർ എഴുന്നേറ്റത്. അത് കാണുന്ന സമയത്ത് എല്ലാവർക്കും വല്ലാത്ത സന്തോഷമാവുകയാണ്, സുന്ദരിക്കൊഴികെ. ജാനകിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ആരതിയും ചന്ദ്രികയും ചേർന്നിട്ട്. ചന്ദ്രിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, അമ്മായി തിരിച്ചു വന്നു മുത്തശ്ശ. ആ സമയത്ത് മുത്തശ്ശി മേഘയൊക്കെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ സുന്ദരി വിചാരിക്കുന്നുണ്ട്, ഈ ജാനകി മരിച്ചു എന്ന് കരുതിയതാ, ഈ ചന്ദ്രിക വന്ന് രക്ഷപ്പെടുത്തി. വല്ലാത്തൊരു കഷ്ടം തന്നെ. ആരതിയും ജാനകിയോട് പറയുന്നുണ്ട്, വല്ലാതെ ഭയന്നു പോയി അമ്മ, ഞാൻ വല്ലാതെ ഭയന്നു പോയി. മുത്തശ്ശനും പറയാണ്, ജാനകി മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല. ചന്ദ്രികയുടെ കൈക്കുള്ളിലാണ് ജാനകിയുടെ കൈ ഉണ്ടായിരുന്നത്. കരഞ്ഞുകൊണ്ട് ചന്ദ്രികയും പറയുന്നുണ്ട്, അമ്മായി ഒന്നും സംഭവിക്കില്ല, എപ്പോഴും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊക്കെ കേട്ടപ്പോൾ മേഘയ്ക്കും മുത്തശ്ശിക്കൊക്കെ ദേഷ്യം വരികയാണ്. ചന്ദ്രിക അത്രയും ഫ്രീഡത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ. ആരതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ കുറച്ചു നേരത്തേക്ക് അമ്മ ഈ ലോകത്തുനിന്ന് പോയി എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. ചന്ദ്രിക ജാനകിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മായിക്കൊന്നും സംഭവിക്കില്ല, എപ്പോഴും ദൈവം അമ്മായിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് കേട്ട സമയത്ത് ജാനകി ദേഷ്യത്തോടെ ചന്ദ്രികയുടെ കയ്യിൽ നിന്നും അവരുടെ കൈ മാറ്റിയെടുക്കുകയാണ്. എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചന്ദ്രിക. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.